ഗുഡ് ഈവനിങ്. ബിഗ് ഫൈറ്റിന്റെ കുറ്റിപ്പുറത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന്റെ ഓരോ പൾസും ഒപ്പിയെടുത്തുകൊണ്ടാണ് കുറ്റിപ്പുറത്തേക്ക് ബിഗ് ഫൈറ്റിന്റെ ടീം എത്തിയിട്ടുള്ളത്. പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇക്കുറി ഏറെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. പ്രധാനമായും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറിയെന്നത് മാത്രമല്ല, LDF സ്ഥാനാർത്ഥിയായി രംഗത്ത് അവതരിപ്പിക്കുന്നത് പഴയ ഒരു മുസ്ലിം ലീഗുകാരനെ കൂടിയാണ്. ശക്തമായ സാന്നിധ്യമായി NDAയുടെ സ്ഥാനാർത്ഥിയുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കണ്ണുകളും, മലപ്പുറം ജില്ലയിലെ എല്ലാ കണ്ണുകളും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലാണ്. ബിഗ് ഫൈറ്റിന്റെ കുറ്റിപ്പുറം എപ്പിസോഡ് ആരംഭിക്കുകയാണ്. നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് SFIയുടെ ജോയിന്റ് സെക്രട്ടറി E. അഫ്സൽ, BJPയുടെ ഇന്റലക്ച്വൽ സെൽ സ്റ്റേറ്റ് കൺവീനർ ശങ്കുട്ടി ദാസ്, MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് എന്നിവർ. ആദ്യം നവാസിലേക്ക്. നവാസ്, എന്തുകൊണ്ടാണ്, ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ലീഗ് സ്ഥാനാർത്ഥികൾ പരസ്പരം മണ്ഡലം വെച്ചുമാറിയത്? പ്രത്യേകിച്ച് MT മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ കഴിഞ്ഞ തവണ 1,90,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ്. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒറ്റ വാക്കിലുള്ള ഉത്തരം, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അങ്ങനെ തീരുമാനിച്ചു വന്നതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പറയുന്നത് ET മുഹമ്മദ് ബഷീർ ഇവിടുന്ന് മലപ്പുറത്തേക്കോ, മലപ്പുറത്ത് നിന്ന് പ്രിയപ്പെട്ട MP അബ്ദുൾ സമദാനി ഇങ്ങോട്ടോ വന്നതിന്റെ പേരിൽ ഞങ്ങൾ പറയുന്ന അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തി തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് ഞങ്ങൾ. അതിനടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ എന്ന കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക്. രണ്ടാമതൊരു കാര്യം, ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെയും ഇതേ നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ വിജയിച്ചു വരുന്ന ഞങ്ങളുടെ നേതാക്കന്മാർ, അത് പ്രിയങ്കരനായ ബനാത്വാല സാഹിബ് ആവട്ടെ, അതുപോലെ സേട്ടു സാഹിബ് ആവട്ടെ, അഹമ്മദ് സാഹിബ് ആവട്ടെ, ഞങ്ങൾ മുൻഗാമികളൊക്കെ സ്വാഭാവികമായി മണ്ഡലങ്ങൾ വെച്ചുമാറി മത്സരിച്ചിട്ടുണ്ട്. അത് മുസ്ലിം ലീഗ് സ്വാഭാവികമായി സ്വീകരിച്ചു വരുന്ന നടപടിക്രമമാണ്. അത് തന്നെയാണ് ഇവിടെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ അത് ആരായാലും ശരി, സമദാനി സാഹിബ് ആണെങ്കിലും ബഷീർ സാഹിബ് ആണെങ്കിലും ശരി, കഴിഞ്ഞ 5 വർഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുള്ള, ഞങ്ങളുടെ MP നടത്തിയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി തന്നെ ഈ നിലവിലെ സ്ഥാനാർത്ഥിക്കും വോട്ട് നൽകണം, വോട്ട് തരണം എന്ന് ആവശ്യപ്പെടാനുള്ള, എന്ന് പറയാനുള്ള ആർജവമുള്ളത് കൊണ്ടാണ് ആ ചോദ്യത്തെ അത്തരത്തിൽ പരിഗണിച്ചു പോകാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അതിന് പ്രത്യേകിച്ച് യുക്തിയോ കാരണമോ ഒന്നുമില്ല. ഒരു യുക്തിയും കാരണവും ഇല്ല. സ്വാഭാവികമായി ഞങ്ങളുടെ പാർട്ടി ഡിസിഷൻ അതാണ്. അബ്ദുൾ സമദാനി സാഹിബിന്റെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലാണ്. ബഷീർ സാഹിബിന്റെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലാണ്. അവർക്ക് അവരുടെ മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള സാഹചര്യം പല കാരണങ്ങളാൽ ഉരുതിരിഞ്ഞു വന്നിരുന്നില്ല. പ്രിയപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിലാണ് സമദാനി സാഹിബ് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. പിന്നീട് നടക്കുന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അവരുടെ തന്നെ നാടുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള അവസരത്തെ പാർട്ടി അവർക്ക് അനുവാദം കൊടുത്തു വന്നതാണ്. ശരി, അഫ്സൽ, ഇത്തവണ നിങ്ങൾ സ്ഥാനാർത്ഥിയായി ഇറക്കിയിട്ടുള്ള ആൾ ഏതാനും മാസങ്ങൾ മുമ്പ് വരെ മുസ്ലിം ലീഗുകാരനായിരുന്നു. മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പൊന്നാനി പോലെ മണ്ഡലത്തിൽ നിങ്ങൾ നിശ്ചയിക്കുന്നത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നവാസ് ഒരു യുക്തിയും ഒരു കാരണവുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ സാധാരണഗതിയിൽ ഇപ്പോൾ പൊന്നാനിക്കാരും മലപ്പുറംകാരും പറയുന്ന സ്ഥാനാർത്ഥി, ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പറ്റി പറയുന്ന കാര്യം ഒന്ന് വളരെ എളുപ്പമാണ് ലീഗിന് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കാൻ. കാരണം കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിന്റെ ഇടതുവശത്തുള്ള ബോർഡ് വലതുവശത്തേക്കും, വലതുവശത്തെ ബോർഡ് ഇടതുവശത്തേക്കും വെച്ച് കഴിഞ്ഞാൽ ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയമായി. നമ്മൾ പണ്ട് തീപ്പെട്ടി ഉണ്ടായിരുന്നു, അൾട്ടാ പുൾട്ട എന്ന് പേരുള്ള ആ പരിപാടിയാണ്, തിരിച്ചിട്ടു. ഇതിന് എന്താണ് കാരണമെന്ന് കൃത്യമായി പറയാൻ പോലും മുസ്ലിം ലീഗിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനം വിലയിരുത്തി വേണം വോട്ട് ചെയ്യാന്ന് പറയുമ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ ഈ മണ്ഡലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാത്തവരാണ് ഈ MP എന്നുള്ളത് കൊണ്ട് ET മുഹമ്മദ് ബഷീറിന് പൊന്നാനിയിലും അബ്ദുൾ സമദാനിക്ക് മലപ്പുറത്തും ഇറങ്ങി വോട്ട് ചോദിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാരണം കൊണ്ടാണ്, അത്രയും ജനകീയ പ്രതിഷേധം ഇവർക്കെതിരെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പരസ്പരം മുഖം മാറ്റി രക്ഷപ്പെടാൻ വേണ്ടി മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തെ എന്തായാലും നല്ല വിവേകത്തോടു കൂടി ഈ പൊന്നാനിലെ ജനങ്ങളും മലപ്പുറത്തെ ജനങ്ങളും വോട്ടർമാരും വിലയിരുത്തി വോട്ട് ചെയ്ത് തോൽപ്പിക്കും. ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥി, ഇതൊരു പുതിയ അനുഭവമല്ല. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് LDFന്റെ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ ഈ മുസ്ലിം ലീഗിന്റെ നല്ല കോട്ടയായ, നല്ല വോട്ട് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിനകത്ത്, കഴിഞ്ഞ ഒരുപാട് കാലമായി ലീഗ് ജയിക്കുന്ന ഒരു മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വേണ്ടി മുസ്ലിം ലീഗുകാരുടെ കൂടെ പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്ന ആദ്യമല്ല. ഇപ്പൊ കുറ്റിപ്പുറം മണ്ഡലത്തിൽ KT ജലീൽ MLA ആയത് മുസ്ലിം ലീഗിന്റെ ചാണക്യൻ എന്ന് ഇവർ തന്നെ പറയുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തോൽപ്പിച്ചുകൊണ്ടാണ്. അന്ന് മുസ്ലിം ലീഗിൽ നിന്ന് KT ജലീൽ രാജിവെച്ച് കുറച്ച് കാലമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനൊരു കോസ്റ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൽ നിന്ന് ഈ പറയുന്ന KS ഹംസ LDF സ്ഥാനാർത്ഥി രാജിവെച്ചത്? എന്തുകൊണ്ടാണ് ലീഗിൽ നിന്ന് പുറത്താക്കിയത്? മുസ്ലിം ലീഗിനകത്തെ ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെ മുസ്ലിം ലീഗിന്റെ MP പാർലമെന്റിനകത്ത് കൃത്യമായി ന്യൂനപക്ഷ വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കാത്തതിനെതിരെ, അവിടെ വോട്ട് ചെയ്യാൻ, മുത്തലാഖ് വിഷയത്തിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോലും എത്താത്തതിനെതിരെ, ഏറ്റവും അവസാനം ചന്ദ്രികയിലുള്ള കള്ളപ്പണ കേസിൽ EDക്ക് മുമ്പിൽ ഹൈദരാലി തങ്ങളെ വിട്ടുകൊടുത്ത് EDയിൽ നിന്ന് ഒളിച്ചോടിയ
മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനെതിരെ ശബ്ദിച്ചതിന്റെ ഭാഗമായിട്ടാണ് KSMCയെ ലീഗിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ കോസിനെയാണ് ഇടതുപക്ഷം അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, സ്വാഗതം ചെയ്യുന്നത്. ആ കോസിനാണ് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. ശരി, ശങ്കുട്ടിദാസ്, പൊന്നാനി BJPയെ സംബന്ധിച്ച് ഒരു A ക്ലാസ് മണ്ഡലമൊന്നുമല്ല. അങ്ങനെ ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ പോലും അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്ന മണ്ഡലം. എന്താണ് നിങ്ങളുടെ പ്രസക്തി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ? നോക്കൂ, പൊന്നാനി BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുഴുവൻ മണ്ഡലങ്ങളും ഒരുപോലെ പ്രധാനമുള്ള മണ്ഡലങ്ങളാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളെയും ജനക്ഷേമ പദ്ധതികളെയും ഈ രാജ്യത്തിന്റെ മുഖച്ഛായയ്ക്ക് തന്നെ വരുത്തിയിട്ടുള്ള മാറ്റത്തെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതികമായിട്ട് ഓരോ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ മത്സരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA എന്ന മുന്നണിയാണ്. ഓരോ മണ്ഡലത്തിലും മോഡി തന്നെയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണകളിൽ നമ്മൾ ആ ട്രെൻഡ് പരിശോധിച്ച് വരികയാണെങ്കിൽ ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പൊന്നാനിയിലെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് വരുന്ന പാർട്ടിയായിട്ടാണ് BJPയെ കാണുന്നത്. 2019 എത്തുമ്പോഴേക്കും ആദ്യമായി 1 ലക്ഷം വോട്ട് എന്ന കടമ്പ മറികടക്കുന്ന പാർട്ടിയായിട്ട് ഞങ്ങൾ മാറുന്നുണ്ട്. 1,13,000 വോട്ടിലേക്ക് ഞങ്ങൾ എത്തുന്നുണ്ട്. ഇത്തവണ അതിനെ ഇരട്ടിയാക്കാനും ഒരുപക്ഷെ വിജയിക്കാനും പോലും സാധിക്കുന്ന വണ്ണമുള്ള ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമായിട്ടുണ്ട്. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, രാജ്യത്താകമാനം നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ വികസന മുന്നേറ്റത്തിൽ കേരളം മാത്രം മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്നും അങ്ങനെ ചെയ്യുന്നതിന്റെ ദോഷം അനുഭവിക്കുന്നത് മണ്ഡലത്തിലെ സാധാരണ മനുഷ്യരാണെന്നും അതുകൊണ്ട് തന്നെ ആ മുന്നേറ്റത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടത് ആവശ്യകതയാണെന്നുമുള്ള കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള മനോഭാവം ഒന്ന്. 2, പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി BJP മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിഗതമായിട്ടുള്ള മികവ്, ആ വലിയ വികസന ഗാഥയിൽ പൊന്നാനിയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന വണ്ണം വ്യക്തിഗതമായിട്ടുള്ള മികവുള്ള ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് വെച്ചിട്ടുള്ളത് എന്നത് രണ്ടാമത്തെ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആ 2 നിലയിലും സംഘടനാ തലത്തിലും വ്യക്തി എന്നുള്ള തലത്തിലും വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് എന്നതുകൊണ്ട് തന്നെ ഇത്തവണ പൊന്നാനി മണ്ഡലം മറ്റ് പല മണ്ഡലങ്ങളെയും പോലെ BJPക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. A ക്ലാസ് B ക്ലാസ് എന്നുള്ള സാങ്കേതികമായിട്ടുള്ള വേർതിരിവൊന്നുമില്ല. BJP പല മണ്ഡലങ്ങളിലും ഇത്തവണ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. സാങ്കേതികമായി നമ്മുടെ പട്ടികയിൽ ചിലപ്പോൾ അത് BO CO ഒക്കെ ആയിരിക്കും. പക്ഷേ ഇത്തവണ എല്ലാ മണ്ഡലങ്ങളും BJPയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് തന്നെയാണ്. ശംഖു പറഞ്ഞു വരുന്നത് വോട്ട് വർദ്ധിപ്പിച്ചു വരുന്നുണ്ട് ക്രമാനുഗതമായി എന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ശരിയുമാണ്. പക്ഷെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൃത്താല മണ്ഡലത്തിൽ ശങ്കുട്ടിദാസാണ് മത്സരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 2000 വോട്ട് കുറയുകയാണ് ചെയ്തത്. 2000 വോട്ട് കുറഞ്ഞിട്ടില്ല, 1700 വോട്ടുകളാണ് കുറഞ്ഞത്. അതിന് സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. കാരണം വളരെ ഒരു നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് തേർഡ് ഓൾട്ടർനേറ്റീവിനെ ആളുകൾ പ്രിഫർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് സെഫോളജിയിലെ ബേസിക് നിയമമാണ്. അവിടെ ഓരോ വോട്ടുകളും വളരെ നിർണായകമായി മാറുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബേസിക്കലി തൃത്താല എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ സ്വഭാവം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാലമായി ഇടതുപക്ഷ മനോഭാവം പുലർത്തി വന്നിരുന്ന ഒരു മണ്ഡലമാണ്. 2009 മണ്ഡല പുനർവിഭജനത്തിന് ശേഷമാണ് 2011 ആദ്യമായിട്ടൊരു അത്ഭുതകരമായി അവിടെ VT ബൽറാമിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് വരുന്നത്, UDF വരുന്നത്. അവിടെ BJPയുടെ കേഡർ വോട്ടുകൾ നമ്മൾ 2006 വോട്ടുകൾ പരിശോധിച്ചാൽ 2011 വോട്ടുകൾ പരിശോധിച്ചാൽ 5000 വോട്ടുകളുടെ അടുത്ത് മാത്രമാണ്. അതല്ലാതെ 15000 വോട്ട് BJPയുടെ കേഡർ വോട്ടല്ല. BJPക്ക് 15000-അടുത്തേക്ക് വോട്ട് വരുന്ന എപ്പോഴാണ്? 2014 ആദ്യമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ രാജ്യത്ത് അധികാരത്തിലേറ്റപ്പോൾ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള ഒരു സാഫ്രൺ വേവ് ഉണ്ട്, ഒരു മോഡി വേവ് ഉണ്ട്. ആ വേവിൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിച്ചു. 2016 ആയപ്പോൾ BJPക്ക് ഒരു നിയമസഭാ സാമാജികൻ പോലും ഉണ്ടായി, നിയമത്തിൽ ഞങ്ങൾ വിജയിക്കുക പോലും ചെയ്തു. ആ ട്രെൻഡിലാണ് ഒരു പക്ഷേ 2016 എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിക്കുന്നത്. എന്നാൽ 2019 തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ LDFനോടുള്ള വിരോധമായിരുന്നു ഇവിടുത്തെ ഇലക്ടറേറ്റിനെ പ്രധാനമായിട്ട് നയിച്ചൊരു ഘടകം. അവിടെ ശബരിമല പോലെയുള്ള പ്രശ്നങ്ങളിലുള്ള ഹിന്ദു വോട്ടർമാരുടെ മനോഭാവം മാത്രമല്ല, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ മാറ്റി നിർത്താൻ UDF ആണ് നല്ലത് എന്നുള്ള ന്യൂനപക്ഷ വോട്ടർമാരുടെ കാഴ്ചപ്പാട്, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തുടങ്ങിയിട്ട് ഒരുപാട് ഘടകങ്ങൾ ഇവിടെ ബാധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു സേഫറൺ വേവ് ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ശരിക്ക് BJPയുടെ വോട്ടുകൾ പഴയ 5000-ലേക്കോ 6000-ലേക്കോ പോകേണ്ടതാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും 1700 വോട്ടുകൾ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. 12800 വോട്ടുകൾ നിലനിർത്താൻ സാധിച്ചു. 2021 വന്നത് തൃത്താലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഫൈറ്റാണ്, വലിയ ബാറ്റിലാണ്. ശരി നവാസ്, ഒരു കാര്യം, ഈ പഴയ മുസ്ലിം ലീഗുകാരൻ, മുസ്ലിം ലീഗിലെ നേതാക്കളോടുള്ള പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളാൽ പുറത്താക്കപ്പെട്ടയാൾ LDF സ്ഥാനാർത്ഥിയായി വരുന്നത് നിങ്ങൾക്ക് തിരിച്ചടിയാവും? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു പുത്തൂർ ബൈപ്പാസിന്റെ അപ്പുറത്തെ ബോർഡ് ഇപ്പുറത്തേക്ക് വെച്ചു, ഇപ്പുറത്തെ ബോർഡ് അപ്പുറത്തേക്ക് വെച്ചു. അതെന്തൊരു വലിയ സംഭവമായിട്ട് എൻ്റെ സുഹൃത്ത് അഫ്സൽ ഇടയ്ക്ക് പറയാറുണ്ട്. ഞാൻ പറയുന്നത് ഞങ്ങൾ പുത്തൂർ ബൈപ്പാസിന് ഇപ്പുറത്തേക്ക് വെച്ചത് ലീഗിന്റെ ബോർഡാണ്, അതിൽ കോണിയാണ് ചിഹ്നം. ഞങ്ങൾ അങ്ങോട്ട് വെച്ചതും ലീഗിന്റെ ബോർഡാണ്. പക്ഷെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ ബോർഡൊന്ന് തെരഞ്ഞു പോകണം. ആ ബോർഡിൽ എഴുതി വെച്ച കാര്യം എന്താണെന്നറിയോ?
കേരളത്തിൽ ഒരു അധോലോക ഗുണ്ടാ സംഘം ഉണ്ട്, അതിന്റെ പേര് CPM എന്നാണ് എന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾ നിർത്തിയ ആള്. ആ അധോലോക സംഘത്തിൽ ഒരു നേതാവുണ്ട്, അയാളുടെ പേര് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞ ബോർഡ് നിങ്ങൾക്ക് തെരഞ്ഞാൽ കാണാം. അത് ഈ സ്ഥാനാർത്ഥി പറഞ്ഞ, നിങ്ങൾ കൊണ്ടുവച്ച സ്ഥാനാർത്ഥി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ബോർഡ് വെച്ചതല്ല, ഈ നിങ്ങളുടെ അസ്തിത്വം പോലും പണയപ്പെടുത്തിയിട്ടാണ് പൊന്നാനിയിൽ നിങ്ങൾ മത്സരിക്കാൻ ആളെ നിർത്തിയത് എന്ന ബോധ്യം എന്റെ സുഹൃത്ത് അഫ്സലിന് ഉണ്ടാകണം. പ്രത്യേകിച്ച് നമ്മളൊക്കെ പറയാറുണ്ട് CPM-ന് ചിഹ്നം കിട്ടണമെങ്കിൽ, CPM-ൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ 4 വർഷം പ്രവർത്തിക്കണം, 3 വർഷം പ്രവർത്തിക്കണം എന്നൊക്കെയാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് CPM-ൽ മത്സരിക്കാൻ ചിഹ്നം കിട്ടാൻ ഒരു ദിവസം പോലും പ്രവർത്തിക്കേണ്ട ജിംസ്, ഒരു ദിവസം പോലും പ്രവർത്തിക്കേണ്ട, ഒരു നേരം പോലും കൊടി പിടിക്കണ്ട, നേരെ CPM-ലേക്ക് വരാം, ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടും, മത്സരിക്കാം, ലോക്സഭയിൽ പോവാം, രാജ്യസഭയിൽ പോവാം, നിയമസഭയിൽ പോവാം. അത്ര ദുർബലമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ സുഹൃത്ത് എന്റെ പാർട്ടിയുടെ 2 സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിനെ കുറിച്ച് അൾട്ടാ പുൾട്ട എന്നൊക്കെ പറഞ്ഞു. എല്ലാം പൊട്ടീസായി നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ഇത് പറയുന്നത് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, BJP-യുടെ സുഹൃത്ത് പറഞ്ഞു തേർഡ് ആൾട്ടർനേറ്റീവ് ആണ് BJP എന്ന്. പൊന്നാനിയെ സംബന്ധിച്ച് തേർഡ് ആൾട്ടർനേറ്റീവ് തന്നെയാണ് ഇപ്പോഴും BJP. അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് കുറയുക എന്നല്ലാതെ കൂടാൻ മറ്റൊരു മാനദണ്ഡമൊന്നും ഇല്ല എന്ന് നിങ്ങളുടെ തന്നെ ഇന്റലക്ച്വൽ വിങ്ങിന്റെ നേതാവ് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് ചേർത്ത് വെക്കുകയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം, മുസ്ലിം ലീഗിൽ നിന്ന് പോയ ഒരു നേതാവ് അപ്പുറത്ത് മത്സരിക്കും, ഞങ്ങൾക്ക് ആരാണ് അപ്പുറത്ത് പോയത് എന്നതല്ല, അപ്പുറത്ത് നിൽക്കുന്ന ഞങ്ങൾ ഉയർത്തി പിടിക്കുന്ന രാഷ്ട്രീയമായ ദർശനമാണ്. ഞങ്ങൾ ഐക്യജനാധിപത്യം, അതാ ഞാൻ പറഞ്ഞത്, ആരാണ് അപ്പുറത്ത് എന്നതല്ല, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധിയായി UDF-ന്റെ സ്ഥാനാർത്ഥിയായി MP അബ്ദുൾ സമദ് സമദാനി മത്സരിക്കുന്നു. ഞങ്ങൾ പറയുന്നു, കഴിഞ്ഞ 5 വർഷം ET മുഹമ്മദ് ബഷീർ ഈ നിയോജക മണ്ഡലത്തിൽ MP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട 17 കോടി രൂപയിൽ 17 കോടി രൂപയുടെയും പ്രവൃത്തി അനുമതി നേടിയിട്ടുള്ള ഒരു പാർലമെന്റേറിയൻ സൃഷ്ടിക്കപ്പെട്ട ഒരു പാർലമെന്റ് മണ്ഡലം. സ്വാഭാവികമായി ആ 17 കോടിയിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു പണം അദ്ദേഹത്തിന് ആസ്തി വികസന ഫണ്ട് ലഭ്യമാകാനില്ല. സ്വാഭാവികം അദ്ദേഹത്തിന് ചെയ്യാനെന്ന് എന്താണ്, മറ്റു പദ്ധതികളിലൂടെ ഇങ്ങോട്ട് പണം കൊണ്ടുവരിക എന്നതാണ്. വളരെ കൃത്യമായി ഈ കേന്ദ്ര ഗവൺമെന്റ് വിവിധ പദ്ധതികൾ MP എന്ന രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് റെയിൽവേ സ്റ്റേഷൻ വികസനം ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റ് വികസനങ്ങളെ ആസ്തി വികസന ഫണ്ടിന്റെ പുറത്തേക്ക് ഫണ്ട് കൊണ്ടുവരാൻ സാധ്യമായ ഒരു MP. അതിനും അപ്പുറത്തേക്ക് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഈ ജനങ്ങൾക്ക് ഈ ലഭ്യമാകുന്ന ഫണ്ട് പോരെന്ന് കണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും CSR ഫണ്ട് വ്യക്തിപരമായ തന്റെ ഇടപെടലിലൂടെ ഈ നിയോജക മണ്ഡലത്തിലേക്ക് 1.5 കോടി രൂപ അഡീഷണൽ ആയി കൊണ്ടുവന്ന MP ആണ് ET മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത്, ET മുഹമ്മദ് ബഷീർ 5 വർഷം നടത്തിയ പ്രവർത്തനത്തിന് ഇവിടുത്തെ ജനങ്ങൾ സംതൃപ്തരാണോ, നിങ്ങൾ MP അബ്ദുൾ സമദാനിക്ക് വോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വാദം. അല്ലാതെ അപ്പുറത്തൊരു സ്ഥാനാർത്ഥി ഉണ്ട്, ആ സ്ഥാനാർത്ഥി ഇന്നലെ ആരായിരുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ എന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു ചോദ്യമല്ല. കാരണം ഞങ്ങൾക്ക് പറയാൻ വളരെ ഗൗരവത്തോടു കൂടിയ ഒരു രാഷ്ട്രീയം ഇന്ത്യൻ സമൂഹത്തിന് മുമ്പിലുണ്ട്. ഞങ്ങൾക്ക് പറയാൻ അന്തസ്സുള്ള ഒരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തെയും ആ രാഷ്ട്രീയത്തെയും മുന്നോട്ട് വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അല്ലാതെ പറയാൻ ഒരു ഭൂതകാലം പോലും ഇല്ലാതെ ഇന്നലെ കൊണ്ടുവന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയേണ്ട ഒരു ഗതികേട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോ ഐക്യ ജനാധിപത്യ മുന്നണിക്കോ ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. ശരി അഫ്സൽ, മുമ്പ് മീഡിയാവിന്റെ എഡിറ്റർ പ്രമോദ് രാമൻ നടത്തിയ ദേശീയപാത എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ KSMC-യോട് ചോദിക്കുന്നുണ്ട്, ഈ പിണറായി വിജയനെ കഴിഞ്ഞ മാസങ്ങൾ വരെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് പിണറായി വിജയന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്യുന്നു, അതിൽ നിങ്ങൾക്ക് ഖേദമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് വിമർശിച്ചതിൽ ഖേദമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ രംഗത്ത് ഇറങ്ങി. ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ. ഇപ്പോ KSMC പറഞ്ഞ കാര്യം പറഞ്ഞു, പിണറായിയെ പറ്റി പറഞ്ഞ കാര്യം പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരാ? മുസ്ലിം ലീഗ് 1-ാം നമ്പർ വർഗീയ പാർട്ടിയാണെന്ന് CPM ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ആളാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അതായത് ഈ ഒരു ജനാധിപത്യ മര്യാദ കാണിക്കുന്ന ഞാൻ പറഞ്ഞോട്ടെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1-ാം നമ്പർ INL നേതാവായിരുന്ന കാലത്ത് PMSLam മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ വെച്ച് എന്ന് എപ്പോ പറഞ്ഞു? ഈ നവാസ് ഒരു 20 ആളെ കൂട്ടി വന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ ഞാൻ പറയുന്നത് നിർത്തി പോവില്ല. കളവ് പറയാൻ നിങ്ങൾ അങ്ങനെ ശബ്ദം ഉണ്ടാക്കി അത് വേണ്ട. ഇത് മാത്രമല്ല മങ്കട മണ്ഡലത്തിലെ MLA അലി ആരാണ്? മന്ത്രിയായിരുന്നല്ലോ. അങ്ങനെ എത്ര പേർ ഈ കേരള രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ഈ രാഷ്ട്രീയം വളരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞില്ലേ, എന്താണ് കോസ്, എന്താണ് കാരണം, ഇതിന് മറുപടി ഉണ്ടോ? ചന്ദ്രിക വിഷയത്തിൽ മറുപടി ഉണ്ടോ? ഹൈദരാബാദ് തങ്ങൾ ED ജോയിൻ ചെയ്തു, എവിടെയായിരുന്നു കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ലീഗ് നേതാക്കന്മാർ? മറുപടി ഉണ്ടോ? അതിന് മറുപടി ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ചന്ദ്രിക വിഷയം നവാസ് തൊട്ടു നോക്കിയില്ലല്ലോ. സമയം കൊണ്ട് ഇവിടെ പിന്നെ നേരത്തെ സമയം നവാസ് വെല്ലുവിളി ഏറ്റെടുക്കാണ്. എന്താണ് ചന്ദ്രിക വിഷയത്തിൽ എന്താ അവസ്ഥ അറിയേണ്ടത്? പറ. അല്ല, ഞാൻ എന്താണ് അറിയേണ്ടത് വ്യക്തമായി ചോദിച്ചോ, പറയാം.
നവാസ്, ഞാൻ ഈ ചർച്ചയെ ഇങ്ങനെ കൊണ്ടുപോയി. അഫ്സൽ കളവ് പറഞ്ഞു പോകരുത്. ചന്ദ്രിക വിഷയത്തിൽ അഫ്സൽ എന്താണ് അറിയുന്നത്? അതായത് നവാസ്, ഈ KSMCയുടെ പ്രധാനപ്പെട്ട ആരോപണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചന്ദ്രികയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഹൈദരിൽ തങ്ങളെ ബലിയാടാക്കി ബാക്കിയുള്ളവർ കൈകഴുകി മാറിയുന്നു എന്നാണ്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് കൃത്യമായി പറയാം. നിങ്ങൾ പറഞ്ഞ വാചകം തന്നെ ആരോപണം. അംസക്ക് ആരോപണം ഉന്നയിക്കാം. അംസക്ക് ആരോപണം ഉന്നയിക്കാം. ഈ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് അംസ വാചകം പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്തു പോയപ്പോഴല്ലേ അത് പറഞ്ഞത്? ഞങ്ങൾ അംസയെ പുറത്താക്കുന്ന എന്തിന്റെ പേരിലാണ്? ഞങ്ങൾ അംസയെ പുറത്താക്കുന്നതും ഇവർ സ്ഥാനാർത്ഥിയായി തമ്മിൽ ബന്ധമുണ്ട്. എറണാകുളത്ത് വെച്ച് ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമിതിക്കകത്ത് ഞങ്ങൾ നടത്തിയ ചർച്ച അതേ സമയത്ത് CPM-നും മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തതിന്റെ പേരിലാണ് അംസയെ ഞങ്ങൾ പുറത്താക്കുന്നത്. ഞാൻ പങ്കെടുത്ത യോഗത്തിലാണ് നടക്കുന്നത്. ഇവിടെ വന്നിരുന്നു കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈദരാലി തങ്ങളെ ചോദ്യം ചെയ്തു. ചന്ദ്രികയിൽ എന്തോ നടന്നു. ഞാൻ അഫ്സലിനെ വെല്ലുവിളിക്കുന്നു. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലെ ജനങ്ങൾ സാക്ഷിയാണ്. എന്താണ് ചന്ദ്രികയുമായി ബന്ധപ്പെട്ട് അഫ്സലിനുള്ള സംശയം? കൃത്യമായി ചോദിക്കാൻ ഉത്തരം ഞാൻ പറയാം. ചന്ദ്രയിൽ എന്താണ് നടന്നത്? എന്തിനാണ് ED വന്നത്? അല്ല, ED വന്നത് എന്തിനാ? അല്ല, ഇനിയിപ്പോ പറഞ്ഞു വരുമ്പോ അഫ്സൽ പറ. ഇനിയിപ്പോ പറയുമ്പോ ED വന്നില്ല എന്നും ED വന്നിട്ടില്ല എന്നും അംഗീകരിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ED അംഗീകരിക്കുന്നതും ED അന്വേഷണത്തെ എടുത്തു പിടിക്കുന്നതും ലീഗും കോൺഗ്രസും ആണല്ലോ. ഞാൻ പറയുന്നത് എന്താ, CPM നേതാക്കൾക്കെതിരായിട്ടുള്ള ED അന്വേഷണത്തെ കുറിച്ച് ലീഗ് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാറുണ്ടോ? പിന്നെ ഉന്നയിക്കാറുണ്ടല്ലോ. ഈ PK നവാസ് തന്നെ ഇത്തരം പരിപാടിയിൽ SFIO എന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസി വരുന്നു, പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു, എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് EDയുടെ അന്വേഷണത്തെ കുറിച്ച് ഈ രാജ്യത്തെ ദേശീയ അന്വേഷണ ഏജൻസിയെ കുറിച്ച് കൃത്യമായ നിലപാട് CPM-നുണ്ട്. അത് ഡൽഹിയുടെ നിലപാടും കേരളത്തിന്റെ നിലപാടും എല്ലാം. ചന്ദ്രികയിൽ അക്കൗണ്ടിൽ വന്ന കള്ളപ്പണം ആരുടേതാണ്? ഏത് പണം? എത്ര പണം? എത്ര പണം എന്ന് വന്നു? അഫ്സൽ പറ. എത്ര പണം എന്ന് വന്നു? അഫ്സൽ പറ. കണക്കുണ്ടെങ്കിൽ പറ. EDയെ ഹൈദരാലി തങ്ങൾ ചോദ്യം ചെയ്യാൻ വന്നോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഞാൻ പറയട്ടെ. അഫ്സൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നോ? പറയാം. അഫ്സൽ ഇപ്പൊ പറഞ്ഞു കള്ളപ്പണം വന്നു. കള്ളപ്പണം വന്നുകൊണ്ട് ഹൈദരാലി ചോദ്യം ചെയ്തു. ശരി, ഉത്തരം പറയട്ടെ. ഉത്തരം പറയട്ടെ. ഉത്തരം പറയട്ടെ. ഉത്തരം പറയട്ടെ. അഫ്സൽ ചോദ്യം മതി. ഉത്തരം വേണ്ടേ? ഉത്തരം വേണ്ടേ? അഫ്സൽ ഉത്തരം വേണ്ടേ? ഉത്തരം വേണമെങ്കിൽ തരാം. വളരെ കൃത്യമായി പറയാം. ED ഹൈദരാലി തങ്ങളെ ചോദ്യം ചെയ്യാൻ വന്നോ ഇല്ലേ? എന്തിനാ ചോദ്യം ചെയ്യാൻ? കള്ളപ്പണം വന്നതിന്റെ പേര് ഹൈദരാലി ചോദ്യം ചെയ്യുന്നു. ആണോ ആരോപണം? ആണോ? അങ്ങനെയാണോ ആരോപണം? പറയാം. തെളിയിക്ക്. നോക്കൂ, EDയുടെ അന്വേഷണത്തിന് കൃത്യമായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യം നടന്നാൽ അത് അന്വേഷിക്കാനുള്ള സ്പെഷ്യലൈസ്ഡ് ഏജൻസി എന്ന് പറയുന്നത് EDയാണ്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. സ്വാഭാവികമായിട്ട് ചന്ദ്രികയുമായി ബന്ധപ്പെട്ട് ചന്ദ്രികയിലെ PF വിഹിതം, അവിടുത്തെ ജീവനക്കാരുടെ PF വിഹിതവുമായി ബന്ധപ്പെട്ട് അതിൽ മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ട് എന്ന് ബന്ധപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ ED ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഇവർ തമ്മിൽ എന്താണ് തർക്കം? ഇനി ഞാൻ ഉത്തരം പറയാം. ചോദിക്കുന്നു അദ്ദേഹം തുടങ്ങി വെച്ചതുകൊണ്ട് ഞാൻ ഉത്തരം പറയാം. കാര്യം അറിയാതെ ആരോപണം അദ്ദേഹം കാര്യം പറഞ്ഞോളൂ. ഇനി പറയാം. അതായത് എന്റെ അവസരത്തിൽ ഇടപെട്ടതാണ്, എനിക്ക് പറഞ്ഞു പൂർത്തീകരിക്കാൻ. അദ്ദേഹം അടുത്ത അവസരത്തിൽ പറഞ്ഞോട്ടെ. ആരോപണം ഉന്നയിക്കരുത്. സംസാരിക്കും. PK നവാസ്, നിങ്ങളൊന്ന് കുറച്ച് ജനാധിപത്യ മര്യാദ കാണിക്കൂ. നിങ്ങളിത് MSF-ന്റെ കമ്മിറ്റി അല്ല. നിങ്ങൾ ഹരിത കുട്ടികളെ പോലെ ഭീഷണിപ്പെടുത്തല്ലേ? നിങ്ങൾ ആരെ ഭീഷണിപ്പെടുത്തുന്നത്? പ്രതികരിക്ക്. എന്റെ അവസരം എനിക്ക് വിനിയോഗിക്കുന്ന അവസരം എന്താ? നിങ്ങൾ ആരെ കണ്ണൂരിട്ട് പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആരെ കണ്ണൂരിട്ട് പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയെ കണ്ണിട്ട് പേടിപ്പിക്കുന്നത്? ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ MP-മാർ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഈ ഇവിടെ ഇരിക്കുന്ന കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലുള്ള ഇത് കാണുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ET മുഹമ്മദ് ബഷീർ MP-യുടെ ഇതാ ഇന്ന ഫണ്ട് ഉപയോഗിച്ച് ഒരു പൊതു പദ്ധതി മുസ്ലിം ലീഗുകാരന്റെ വീട്ടിലേക്കുള്ള നടപ്പാതയല്ലാത്ത, മുസ്ലിം ലീഗുകാരന്റെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് ഗുണപരമാകുന്ന ഫുട്പാത്തും റോഡുമല്ലാത്ത ഈ ജില്ലക്ക്, ഈ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന് ഉപകാരപ്പെടുന്ന എന്ത് വികസന പദ്ധതിയാണ് ET മുഹമ്മദ് ബഷീറിന്റെ പ്രാദേശിക വികസനം കൊണ്ട് ഉപയോഗിച്ച് ഇവിടെ നടന്നിട്ടുള്ളത്? ഇവിടെ 17 കോടിയിൽ 17 കോടി ഉപയോഗിച്ചു എന്നാണ് നവാസ് പറഞ്ഞത്.
17 കോടിയിൽ 10 കോടിയെ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളൂ. 7 കോടി അവിടെ കിടക്കുകയാണ്. കള്ളത്തരം പറഞ്ഞു പോണ്ട. ഇവിടെ മറ്റൊരു കാര്യം, ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഇതാ ഞങ്ങൾ ഇ ടി മുഹമ്മദ് ബഷീർ കൊണ്ടുവന്നാണ് എന്ന് പറഞ്ഞു വരിക. ഇത് ഈ രാജ്യത്താകമാനം നടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ വികസനമാണ്. അതിന് കാരണമുണ്ട്. ഇത് BJP സർക്കാർ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ച് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അല്ല അഫ്സൽ, ഒരു കാര്യം ചോദിക്കട്ടെ. MP ഒരു പദ്ധതി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്നാൽ അത് കേന്ദ്രത്തിന്റെ ഫണ്ടല്ലേ കൊണ്ടുവരാൻ പറ്റാ? അങ്ങനെയല്ല, അത് വേറെ രാജ്യത്ത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഇവരിപ്പോ ചൂണ്ടിക്കാണിക്കുന്നത് കാര്യം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലും ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനിലും നടക്കുന്ന ലിഫ്റ്റ് ഉണ്ടാക്കലും എസ്കലേറ്റർ ഉണ്ടാക്കലും ഒക്കെയാണ്. എത്ര കാലം കഴിഞ്ഞു? ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് വന്നു ലിഫ്റ്റ്, എന്ന് വന്നു എസ്കലേറ്റർ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് വന്നു ലിഫ്റ്റ്, എന്ന് വന്നു എസ്കലേറ്റർ. എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഇന്നും പല കോണികൾ കയറിയിറങ്ങി പുറത്തേക്ക് പോകേണ്ട ഗതികേട് യാത്രക്കാർക്ക് ഉണ്ടാകുന്നു? ഇത് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകൾ വിൽക്കാൻ വെച്ചതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന ചില വികസന പദ്ധതിയുണ്ട്. അതാണ് കുറ്റിപ്പുറത്തും തിരൂർ നടക്കുന്നത്. നാളെ തിരൂർ സ്റ്റേഷനും കുറ്റിപ്പുറം സ്റ്റേഷനും BJP വിൽക്കാൻ വെക്കുമ്പോ അതിന്റെ ഓണർഷിപ്പ് ബഷീർ ഏറ്റെടുത്താൽ മതി. ശങ്കുട്ടിദാസ്, ഇതിപ്പോ തർക്കം എന്താണ്? കേന്ദ്ര പദ്ധതികൾ ഈ മണ്ഡലത്തിൽ വന്നോ ഇല്ലയോ എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ ടേക്ക്? അല്ല, തീർച്ചയായിട്ടും കേന്ദ്ര പദ്ധതികൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കിട്ടിയിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പദ്ധതി കൃത്യമായിട്ട് പറയാം. ജൽജീവൻ പദ്ധതി പ്രകാരം 55,000 പൈപ്പ് വാട്ടർ കണക്ഷനുകൾ കിട്ടിയിട്ടുള്ള മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. ജനൌഷധി കേന്ദ്രങ്ങൾ 51 ജനൌഷധി കേന്ദ്രങ്ങൾ പൊന്നാനി മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. കിസാൻ സമ്മാൻ നിധി പ്രകാരം 64,822 കർഷകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പ്രതിവർഷം 6,000 രൂപ എന്ന നിരക്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 32,000 രൂപ ഓരോ കർഷകനും അങ്ങനെ 64,000 കർഷകർക്ക് കിട്ടിയിട്ടുണ്ട്. സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം 4,722 ശൗചാലയങ്ങൾ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഉജ്ജ്വല യോജന പ്രകാരം 3,200 LPG സൗജന്യ LPG കണക്ഷനുകൾ പൊന്നാനി മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട്. അന്ന യോജന എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ റേഷനിങ് പദ്ധതി രാജ്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലഘട്ടത്തിൽ 80 കോടി ആളുകൾക്ക് റേഷൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. കഴിഞ്ഞ 40 മാസമായിട്ട് നമ്മൾ ആ പദ്ധതി തുടരുന്നുണ്ട്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ 4,84,355 ആളുകൾക്ക് 5 കിലോ അരി ഈ സൗജന്യ റേഷൻ പദ്ധതി പ്രകാരം കിട്ടുന്നുണ്ട്. ആവാസ് യോജന പദ്ധതി പ്രകാരം 6,386 വീടുകൾ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഗ്രാമീൺ സടക്ക് യോജന പദ്ധതി പ്രകാരം 45 റോഡുകൾ 2 കിലോമീറ്ററും 1.5 കിലോമീറ്ററും നീളമുള്ള റോഡുകൾ അങ്ങനെ 100 കിലോമീറ്റർ റോഡുകൾ പൊന്നാനി മണ്ഡലത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 2,31,406 ആളുകൾ പൊന്നാനി മണ്ഡലത്തിൽ എൻറോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു നിമിഷം, ഈ തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനമാണ് പ്രധാനപ്പെട്ട ആശയമായി അഫ്സൽ പറയുന്നത്. അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? അത് MP യുടെ പോരായ്മയാണോ? ഞാനൊരു കാര്യം പറയട്ടെ. ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷം ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയതിനു ശേഷം ആദ്യമായിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു മരാമത്ത് പണി നടക്കുന്നത് ഇപ്പോഴാണ്. ഇത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് മുൻ വർഷങ്ങളിലൊന്നും നടന്നിട്ടില്ല? 2014 ശേഷമാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു മരാമത്ത് പദ്ധതിയും അവിടെ കോടികളുടെ ഒരു വികസന പദ്ധതിയും നടക്കുന്നത്. ഇത് റെയിൽവേ സ്റ്റേഷന്റെ മാത്രം കാര്യത്തിലല്ല സംഭവിക്കുന്നത്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മത്സ്യബന്ധനമാണ്. മത്സ്യബന്ധനത്തിന് കേന്ദ്രത്തിൽ ആദ്യമായിട്ടൊരു സ്വതന്ത്ര മന്ത്രാലയം, മിനിസ്ട്രി ഫോർ ഫിഷറീസ് എന്ന് പറയുന്ന മത്സ്യബന്ധനത്തിന് കൃത്യമായിട്ടൊരു മന്ത്രാലയം ഉണ്ടാവുന്ന 2019 അതുവരെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ എന്ന് പറയുന്ന മന്ത്രിസഭയ്ക്ക് കീഴിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായിരുന്നു. അതിന് കീഴിൽ വർഷത്തിൽ 4,800 കോടി രൂപയുടെ ബജറ്റുള്ള മത്സ്യബന്ധനത്തിന് വേണ്ടി പ്രത്യേക മന്ത്രാലയവും വകുപ്പ് മന്ത്രിയും. ഇവിടെ പൊന്നാനി ഹാർബർ 86 കോടി രൂപയുടെ പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. 1,000 കോടി രൂപയുടെ പൊന്നാനി പോർട്ട് പ്രോജക്ട് PPP വ്യവസ്ഥയിൽ പ്രഖ്യാപിക്കപ്പെട്ടത് 2015 1,000 കോടി രൂപയുടെ പ്രോജക്ട്. ഏറ്റവും കൂടുതൽ കർഷകരുള്ള കർഷകരുള്ള മറ്റൊരു മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. കർഷകർക്ക് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ജനങ്ങൾക്ക് നേരിട്ട് സർക്കാർ പണം കൊടുക്കുന്ന ഒരു വ്യവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ, കർഷക സമ്മാൻ നിധി പ്രകാരം 64,000 കർഷകർക്ക് പൊന്നാനി മണ്ഡലത്തിൽ അവരുടെ അക്കൗണ്ടിൽ പൈസ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ആദ്യമായിട്ട് ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാവുന്നത് 2014 ശേഷമാണ്. നവാസ്, ഒറ്റ കാര്യം, ഈ പറഞ്ഞതുപോലെ പെൻഷൻ, റേഷൻ ഇതൊക്കെ മാറ്റിവെക്കുക. ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്, ജനങ്ങളിൽ കാണാൻ പറ്റുന്ന പ്രൊജക്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ MP യുടെ പങ്കാളിത്തം എന്താണ്? തീർച്ചയായും എന്റെ സുഹൃത്ത് അഫ്സൽ ഇവിടെ സംസാരിക്കുമ്പോൾ ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു നഴ്സറി കുട്ടിയുടെ വേവലാതി അദ്ദേഹത്തിൽ നിന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുന്നില്ല എന്ന് ഞാൻ അറിയിക്കാണ്. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം, അജിംസ് ചോദിച്ച ചോദ്യം എന്താണ്? ജനാധിപത്യ മര്യാദ ഒക്കെ നമ്മൾ കുറെ കണ്ടത് അഫ്സൽ. അപ്പൊ ഇനിയിപ്പോ അജിംസ് ചോദിച്ച ചോദ്യം, ഞങ്ങൾ എന്ത് ചെയ്തു? ആസ്തി വികസന ഫണ്ടിൽ നിന്ന് MP എന്ത് ചെയ്തു എന്നാണ്. ഇത് ഞാൻ പറയാണ്, 10 കോടി, ഞാൻ പറയട്ടെ,
ഇദ്ദേഹം പറയാണ് 10 കോടി രൂപ ചെലവഴിച്ചിട്ടുള്ളൂ, 7 കോടി രൂപ ഇതുവരെ എക്സ്പെൻഡിച്ചർ ആക്കിയിട്ടില്ല എന്ന്. ഞാൻ പറയട്ടെ, ഞാനൊരു രേഖ കാണിക്കാം. ഇദ്ദേഹം പറയുന്നത് എന്തെങ്കിലും വസ്തു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ ഉയർത്തി കാണിക്കണം. ഇത് റിപ്പോർട്ടർ ചാനൽ പുറത്തുകൊണ്ടൊരു വാർത്തയാണ്, അവർ വിട്ട വാർത്തയാണ്. മാർച്ച് മാസം 14-ാം തീയതിയാണ് ആ ചാനൽ ആ വാർത്ത വിട്ടത്. അതിൽ പറയുന്നത് 2 കോടി 4 ലക്ഷം രൂപ E.T. മുഹമ്മദ് ബഷീറിന് അതിൽ നിന്ന് ചെലവഴിക്കാതെ വെച്ചിട്ടുണ്ട്. ഏത്? മാർച്ച് മാസം ആദ്യ വാരത്തിൽ. മാർച്ച് 31-ന് ഈ രാജ്യത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കളക്ടറേറ്റിൽ നിന്നുള്ള രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. 100% പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതായത് പ്രവൃത്തി പൂർത്തീകരിക്കാൻ മീൻസ് പണം അനുവദിക്കുകയും പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ, നാവ് കൊണ്ട് വെറുതെ ബടായി പറയല്ലാതെ എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ അഫ്സൽ കാണിക്കണം എന്ന് വെല്ലുവിളിക്കാണ്. ഇനി മറ്റൊന്ന്, നിങ്ങൾ ചോദിച്ചു എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടന്നു. ഞാൻ പറയാം. അഫ്സലിന് സംശയം ഉണ്ടെങ്കിൽ അഫ്സൽ കൈ ഉയർത്തണം, ഞാൻ സമയം തരാം. ഒന്ന്, താന്നൂർ ബഡ്സ് സ്കൂളിന് 78 ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുത്തു. ആയുഷ് ഡിസ്പെൻസറി പാലപ്പെട്ടി തൊട്ടപ്പുറത്താണ്, 45 ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുത്തു. നടുവട്ടം ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടത്തിന് 52 ലക്ഷം രൂപ അത് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഓഴൂർ ആയുർവേദ ഡിസ്പെൻസറി 30 ലക്ഷം രൂപ ഈ പറയുന്ന ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുത്തു. ഇരുമ്പിളിയം ഫാമിലി ഹെൽത്ത് സെന്ററിന് 25 ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുത്തു. ഇനിയും വായിക്കാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ വായിക്കാം. 50 ലക്ഷം രൂപ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് 3 താലൂക്ക് ആശുപത്രികൾക്കായി, തിരൂർ ജില്ലാ ആശുപത്രി, പൊന്നാനി, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രികൾക്കായി 50 ലക്ഷം രൂപ നൽകി. ഇത് കളക്ടറേറ്റിൽ പോയി ഏത് മണ്ടന് പോയി കളക്ടറേറ്റ് കൊടുത്താലും കിട്ടാവുന്ന വിവരമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഇവിടെ മാത്രമല്ല, നേരത്തെ ഇദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ ഇങ്ങോട്ട് വരുന്നു. ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ റെയിൽവേ സ്റ്റേഷന്റെ വികസനങ്ങൾ കൊണ്ടുവന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നെങ്കിൽ ഇത് E.T. മുഹമ്മദ് ബഷീറിന്റെ 2022 മുതലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. ഇവിടെ കൊണ്ടുവന്ന വികസനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് E.T. മുഹമ്മദ് ബഷീർ കത്ത് കൊടുത്തിട്ടല്ലാതെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്ന വെല്ലുവിളി സ്വീകരിക്കാൻ ഞാൻ കാണിക്കാം. 8 സ്ക്രീൻഷോട്ടുകൾ ഞാൻ കാണിക്കാം. ഓരോ ഘട്ടത്തിലും ഇവിടെ കൊണ്ടുവന്ന വികസനങ്ങൾക്ക് ഇപ്പൊ നടക്കുന്ന ഡെവലപ്മെന്റ്സിന്റെ ലിഫ്റ്റിന്റെയും ഫൂട്ട് ഓവർ ബ്രിഡ്ജിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം 2023 നവംബർ 15-ന് കേന്ദ്ര മന്ത്രിയെ അരുൺകുമാർ ചൗധരി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ കണ്ടു. അത് BJPയുടെ ഔദാര്യമായി കാണരുത്. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഇവിടുത്തെ ഒരു പാർലമെന്റ് മെമ്പർ എന്ന രീതിയിൽ ഈ നിയോജക മണ്ഡലത്തിൽ ലഭ്യമായിട്ടുള്ള 17 കോടി രൂപ ആസ്തി വികസന ഫണ്ടിന് പുറമെ കേന്ദ്ര ഗവൺമെന്റിന് ലഭ്യമാക്കേണ്ട പദ്ധതികൾ ചോദിച്ചു വാങ്ങുക എന്നത് ഒരു പാർലമെന്റ് അംഗമെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അവകാശമാണ്, അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റിന്റെ ഭാഗമാണ്. അത് ചോദിച്ചു വാങ്ങാൻ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി E.T. മുഹമ്മദ് ബഷീറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണല്ലോ അഫ്സലിന് സംശയം. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഗവൺമെന്റ് കേരളത്തിന് അനുവദിക്കപ്പെട്ടില്ല, ഇന്ത്യ ഗവൺമെന്റ് കേരളത്തിന് അനുവദിക്കപ്പെട്ടുള്ള പണങ്ങളിൽ പഴയ MSDP പദ്ധതി, ഇപ്പോഴത്തെ PMJVK പദ്ധതി, MSDP പദ്ധതിയിൽ ഇന്ത്യയിൽ ഒരേ ഒരു മുനിസിപ്പാലിറ്റിക്കാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് 15 കോടി രൂപ കൊണ്ടുവന്നിട്ടുള്ളത്. ആ മുനിസിപ്പാലിറ്റി ഏത് മുനിസിപ്പാലിറ്റിയാണ്? ഞാൻ പറയട്ടെ, അഫ്സലിന്റെ പാർട്ടി നേതാവ് ആരിഫ്, ഞാൻ പറഞ്ഞിരിക്കട്ടെ, അഫ്സലിന്റെ പാർട്ടി നേതാവ് ആരിഫിന്റെ ആലപ്പുഴ നിയോജകമണ്ഡലം മുനിസിപ്പാലിറ്റി ഉണ്ടല്ലോ, അവിടെയാണോ? അല്ല, പൊന്നാനി മുനിസിപ്പാലിറ്റിക്കകത്ത് 15 കോടി കൊണ്ടുവന്നത് ഒരേ ഒരു MP ആണ്. ഞാൻ പറഞ്ഞു ഒരു കാര്യം കൂടി പറഞ്ഞു തീർക്കണം. നിങ്ങൾ എനിക്ക് വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക്, അഫ്സൽ ഉൾപ്പെടെയുള്ള അതിഥികളിലേക്ക് വളരാം. ഒരിടവേള. ബിഗ് ഫൈറ്റിന്റെ കുറ്റിപ്പുറം എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സിറ്റിംഗ് MP ആയിരുന്ന E.T. മുഹമ്മദ് ബഷീർ പൊന്നാനി മണ്ഡലത്തിന് എന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ള പ്രത്യാരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി അതിഥികളിലേക്ക് പോയതിനു ശേഷം പ്രേക്ഷകരുടെ ചില ചോദ്യങ്ങൾ കൂടി അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അഫ്സൽ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ 2 പാർട്ടികളാണ് മുസ്ലിം ലീഗും CPM. ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ, ഒരു ജനറൽ ഇലക്ഷനിൽ MP ഫണ്ട് എത്ര ചെലവഴിച്ചു, അവിടെ എത്ര പാലം കൊണ്ടുവന്നു, എത്ര സ്കൂളുകൾ ഉണ്ടാക്കി, ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? നിങ്ങൾക്ക് ദേശീയ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാനില്ലേ? നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മാഹാത്മ്യമായി നിങ്ങൾ പറയുന്നത് പോലും മറ്റേ പാർട്ടിക്കകത്ത് കുഴപ്പമുണ്ടാക്കി പുറത്തു വന്ന ആൾ എന്ന് മാത്രമാണ്. കൃത്യമായ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും വികസനത്തിന്റെ രാഷ്ട്രീയവും എല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മറുപടി പറയാനുണ്ട്. ഒന്ന്, ഈ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഈ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ റൂട്ടിലൊന്നാണ്. തിരൂർ ബേപ്പൂർ പാത 150 കൊല്ലം മുമ്പ് വന്നതാണ്. BJP രാജ്യം ഭരിക്കാൻ ആരംഭിച്ച് 10 കൊല്ലമേ ആയുള്ളൂ. അതിനു മുമ്പ് ഈ ലോകം, ഈ രാജ്യം ഭരിച്ചത് മുഴുവൻ കോൺഗ്രസ് ആണ്. അല്ലെങ്കിൽ കുറച്ചു കാലത്ത് BJPയും മറ്റു സർക്കാരും മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ജയിച്ചു പോയതെല്ലാം ലീഗിന്റെ MP-മാരാണ്. ഈ ലോക്സഭാ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് E. അഹമ്മദ് റെയിൽവേ സഹമന്ത്രിയായിരുന്നു. ആ കാലത്ത് എന്തുകൊണ്ട് വികസനം വന്നില്ല? ഇത്രയും കാലം എന്തുകൊണ്ട് തിരൂരിലെയും ഈ മലപ്പുറത്തെയും ജനങ്ങൾക്ക് വികസനം നിഷേധിക്കപ്പെട്ടു? ഞാൻ നേരത്തെ പറഞ്ഞു, കൃത്യമായി BJPയുടെ രാഷ്ട്രീയമാണ് ഈ വികസന പദ്ധതി. കാരണം എന്താ? വികസനം നടത്തുക, റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ വിൽപ്പനക്ക് വെക്കുക, അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുകൊണ്ട് ഇത്രയും കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മുസ്ലിം ലീഗിന്റെ MP-മാർക്ക് ഒരു എസ്കലേറ്ററോ ഒരു ലിഫ്റ്റോ? തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ അജിംസ് ഒന്ന് പോയി നോക്കണം. ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ, ഗതികെട്ട റെയിൽവേ സ്റ്റേഷൻ തിരൂരേ ഉണ്ടാവുള്ളൂ. 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറി 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി 500 മീറ്റർ നടന്ന്
അവിടുന്ന് മറ്റൊരു ഗോവണി കയറി വേണം അവിടുന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കിട്ടണമെങ്കിൽ. ഇത്രയും മോശമുള്ള അവസ്ഥ ഇത്രയും കാലം കഴിഞ്ഞ 150 കൊല്ലക്കാലം തിരൂരിലെ ജനങ്ങളെ അനുഭവിക്കാൻ വിട്ടുകൊടുത്തത് ആരാണ്? അതിന്റെ ഉത്തരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഈ അഹമ്മദ് മന്ത്രിയായിരുന്ന സമയത്ത് ഒന്നാം യു പി എ നിങ്ങൾ പിന്തുണച്ച സർക്കാരാണ്. അതെ, ഒന്നാം യു പി ഞങ്ങൾ പിന്തുണച്ച സർക്കാരാണ്. റെയിൽവേ സഹമന്ത്രിയായിരുന്നു. ഈ തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ ഈ കാര്യം മാത്രമല്ല, തിരൂർ റെയിൽവേ സ്റ്റേഷനെ മലപ്പുറം ജില്ലയെ നോക്കി ഇവിടെ സ്റ്റോപ്പില്ലാത്ത 23 ട്രെയിനുകൾ കൂക്കി വിളിച്ചു പോകുന്നുണ്ട്. എന്താ ലീഗിന് മറുപടി? എന്തുകൊണ്ട് മറ്റെല്ലാ ജില്ലയിലും സ്റ്റോപ്പുള്ള, മറ്റെല്ലാ ജില്ലയിലും സ്റ്റോപ്പ് അനുവദിക്കുന്ന ഷൊർണൂരിലും കോഴിക്കോടും തൃശ്ശൂരും എല്ലാം നിർത്തുന്ന ട്രെയിനുകൾക്ക് മലപ്പുറം ജില്ലയിൽ മാത്രം സ്റ്റോപ്പില്ല? അപ്പോൾ ഒരു ചർച്ചയിൽ ലീഗിന്റെ പ്രതിനിധി പറഞ്ഞു കേട്ടത് ഇത് BJPയുടെ രാഷ്ട്രീയമാണ്. BJP വന്നിട്ട് 10 കൊല്ലമായിട്ടുള്ളൂ. ഇക്കൊല്ലം ഇറങ്ങാൻ വേണ്ടി പോവാ BJP. അതിനു മുമ്പ് കോൺഗ്രസ്സുകാർ രാജ്യം ഭരിച്ചിരുന്നു. എന്തുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനകത്ത് സ്റ്റോപ്പ് അനുവദിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല? അതിനൊരു മറുപടി കഴിഞ്ഞ ചർച്ചയിൽ PK നവാസ് പറഞ്ഞു. അതുമായിട്ട് വന്നിരിക്കുന്നതാണ് കരുതുന്നത്. മറുപടി എന്തായിരുന്നു അറിയോ? ഇത് ചില നിയമങ്ങളുണ്ട്. തിരൂർ റെയിൽവേ സ്റ്റേഷനും കോഴിക്കോടും തമ്മിൽ വളരെ അടുത്താണ്, അല്ലെങ്കിൽ ഷൊർണൂരും തിരൂരും വളരെ അടുത്താണ്. അത് കാരണമാണ് സ്റ്റോപ്പ് ഇല്ലാത്തതെന്ന്. തൃശ്ശൂരും ഷൊർണൂരും തമ്മിലുള്ളതിനേക്കാൾ ദൂരമുണ്ട് നവാസെ. ഷൊർണൂരിനും തിരൂരിലേക്കും ദൂരം, കോഴിക്കോടും തിരൂരിലേക്കും ദൂരം. ആ ഉത്തരവുമായി ഇനി വേറെ വല്ല ഉത്തരവും കണ്ടെത്തുക. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും കാലം മലപ്പുറത്തെ ജനങ്ങൾക്ക്, പൊന്നാനിലെ ജനതക്ക് നീതി, വികസനം നിഷേധിക്കപ്പെട്ടു? അതിന്റെ ഉത്തരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, ഇവിടെ പാസ്പോർട്ട് സേവാ കേന്ദ്രം, കോഴിക്കോട് 2 പാസ്പോർട്ട് സേവാ കേന്ദ്രമുണ്ട്, കണ്ണൂർ 2 പാസ്പോർട്ട് സേവാ കേന്ദ്രമുണ്ട്, പാലക്കാട് 2 പാസ്പോർട്ട് സേവാ കേന്ദ്രമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള മലപ്പുറം ജില്ലയിൽ ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്ന പാസ്പോർട്ട് ഓഫീസ് അടച്ചുപൂട്ടിപ്പോയി. എന്തു ചെയ്തു ഇവിടുത്തെ MP? എന്തു ചെയ്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവാസികൾക്ക് വേണ്ടി? കേന്ദ്രീയ വിദ്യാലയം, MSFന്റെ നേതാവാണല്ലോ PK നവാസ്. കേന്ദ്രീയ വിദ്യാലയം 4ഉം 5ഉം 6ഉം ഒക്കെ ഉള്ള ജില്ലകളുണ്ട്. 40ഓളം കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഈ സംസ്ഥാനത്തിനകത്തുണ്ട്. ആകെ ഒരു കേന്ദ്രീയ വിദ്യാലയമേ ഈ മലപ്പുറം ജില്ലക്കകത്തുള്ളൂ. എന്തുകൊണ്ട് ഒരു കേന്ദ്രീയ വിദ്യാലയം പൊന്നാനി മണ്ഡലത്തിന് കൂടെ അനുവദിച്ച് നൽകാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ MP മാർക്ക് സാധിച്ചില്ല? അപ്പോ വികസനമല്ല വിഷയം. ഇവിടുത്തെ വികസനം പറയുമ്പോ ഇവിടെ സ്ഥിരം മറുപടി എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ വികസനത്തിന് വേണ്ടി മാത്രം പാർലമെന്റിൽ പോകുന്നവരല്ല, ഞങ്ങളവിടെ ഈ രാജ്യത്തെ ന്യൂനപക്ഷ ജനതയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി പോകുന്നവരാന്ന. അതിന് ഉത്തരം വന്നല്ലോ. മുത്തലാഖ് ബില്ലിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോയില്ല, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോയില്ല, വഖഫ് ബില്ല് വന്നപ്പോ അഭിപ്രായം പറയാൻ ഉണ്ടായിരുന്നില്ല. അഫ്സൽ ഊന്നുന്നത് സിറ്റിംഗ് MP ആയ AT മുഹമ്മദ് ബഷീർ മണ്ഡലത്തിൽ നടത്തിയ വികസനത്തിൽ മാത്രമാണ്, വേറെ ഒരു ദേശീയ വിഷയവും പൗരത്വ നിയമം ഉൾപ്പെടെ. ഒരു നിമിഷം, പൗരത്വ നിയമം ഉൾപ്പെടെ ബഷീർ എന്തുകൊണ്ട് പൊന്നാനിയിൽ നിന്ന് മാറി എന്നതിന് ഊന്നിയുള്ള ചോദ്യം എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ആദ്യം അജീസിനോട് വളരെ താഴ്ന്നുകൊണ്ട് റിക്വസ്റ്റ്, രണ്ട് കക്ഷികൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ സമയം തരേണ്ട ബാധ്യതയുള്ള ഒരാളാണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്നത്. സമയം തരണം. ഒന്ന്, കഴിഞ്ഞ ചർച്ചയിൽ എന്റെ ചോദ്യത്തിന് ഈ ചർച്ചയിൽ വന്ന് ഉത്തരം പറയാൻ വലിയ മനസ്കത കാണിച്ച അഫ്സലിനെ അഭിനന്ദിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താണ്. ഇനി ഈ ചർച്ചയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് അടുത്ത ചർച്ചയിലെങ്കിൽ ഉത്തരം പറയണം എന്ന് കൂടി പറയാം. ജനാധിപത്യം, നേരത്തെ പറഞ്ഞ ജനാധിപത്യ മര്യാദ മറക്കല്ലേ, നേരത്തെ പറഞ്ഞ ജനാധിപത്യ മര്യാദ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തത്, ഇനിയിപ്പോ വലിയൊരു ആരോപണം അഫ്സൽ ഉന്നയിച്ചു. എന്താണെന്നറിയോ? മലപ്പുറത്ത് ഒരു പാസ്പോർട്ട് ഓഫീസ് ഉണ്ടായിരുന്നു, അത് അടച്ചുപൂട്ടിപ്പോയി. എന്തേ ലീഗ് ചെയ്തെന്ന? അഫ്സലെ, ആരാ അത് കൊണ്ടുവന്നേ? അത് കൊണ്ടുവന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് E അഹമ്മദിന്റെ കാലത്താ. എന്താ അത് പറയാൻ മടി? ഒന്ന് പറയട്ടെ അജിംസേ. ഇതൊരു നഴ്സറി കുട്ടികളെ പോലെ ഇടപെടല്ലേ? ഒന്ന് പറയട്ടെ. ഈ നഴ്സറി കുട്ടികളെ പോലെ ഇടപെടല്ലേ? എന്തുകൊണ്ട് നഴ്സറി കുട്ടികളെ പോലെ? അപ്പോ അങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ കൊണ്ടുവന്നത് പാസ്പോർട്ട് ഓഫീസ് കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ്, അഹമ്മദാണ്. ഇനി അത് അടച്ചുപൂട്ടിപ്പോയി. ഏത് കാലത്ത് അടച്ചുപൂട്ടി പോകുന്നത്? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ ശേഷം BJP അത് അടച്ചുപൂട്ടി കൊണ്ടുപോയി. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ എടുക്കണം. അപ്പോ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ എടുക്കണം. എന്നിട്ട് MP എന്ത് ചെയ്തു? അടുത്ത ചോദ്യം പറയാം. MP ചെയ്തത് പാസ്പോർട്ട് ഓഫീസ് തരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിപ്പോയ പാസ്പോർട്ട് ഓഫീസിന് മുമ്പിൽ നിരന്തരമായി സമരം ചെയ്ത് അവസാനം സമരത്തിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങിക്കൊണ്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു, തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് പാസ്പോർട്ട് സേവാ കേന്ദ്രമാക്കി അതവിടെ നിർത്തിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ തിരിച്ചൊരു ചോദ്യം. പാർലമെന്റ് ഞങ്ങൾ ഇടപെട്ടതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു വരി ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞതിനെ കുറിച്ച് മറ്റേതെങ്കിലും MP മാരത് നിങ്ങളുടെ ഒന്ന് കാണിച്ചു തരുമോ? കേരളത്തിൽ നിന്നാണല്ലോ ഒരു പാസ്പോർട്ട് ഓഫീസ് പോയത്. ഒരു പാസ്പോർട്ട് ഓഫീസ് പോയത് ഉള്ള ഒരാളെ കുറിച്ച് പറ. ഇനി മറ്റൊരു ചോദ്യം. ഇവിടെ ചോദിച്ചു, ഇവിടെ ഓക്കെ അല്ല, അദ്ദേഹം അഫ്സൽ സ്നേഹത്തോടു കൂടി എന്നോട് പറഞ്ഞത് ഇവിടെ വേണ്ടി ശബ്ദിക്കേണ്ടത് ഞങ്ങളാണെന്നാണ്. ശരിയാണ്, ഞങ്ങളാണ്. കണ്ണൂർ ജില്ല നിങ്ങളുടെ ഈറ്റിലാണല്ലോ അല്ലെ? കണ്ണൂർ ജില്ല CPM-ന്റെ ഈറ്റിലമാണ്. നിങ്ങൾക്കൊരു സർവകലാശാല തന്ന നേതാവിന്റെ പേരാ ET മുഹമ്മദ് ബഷീർ എന്ന് മറക്കണ്ട. കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ടല്ലോ.
വർഷം കഴിയുമ്പോ 5 കൊല്ലം വരുമ്പോ കട്ടുമുടിച്ച് പോകാറുണ്ടല്ലോ. ആ ജില്ലയിൽ ഒരു സർവകലാശാല നേതാവ്. ഇനി അദ്ദേഹത്തിന് അടുത്ത ചോദ്യം ഞാൻ പറയട്ടെ. ഇനി അടുത്തത് കേന്ദ്രീയ വിദ്യാലയം. ഒന്ന് നിർത്താം. ഇനി കേന്ദ്രീയ വിദ്യാലയം ഞാൻ പറയാം. കേന്ദ്രീയ വിദ്യാലയത്തിന് വേണ്ടി ഇ.ടി. മുഹമ്മദ് ബഷീർ എന്തു ചെയ്തു വന്ന പേൻ ഉണ്ടെങ്കിൽ എഴുതി വെക്കണം. പിന്നെ മണ്ടത്തരം വിളിച്ച് പറയരുത്. ഒന്ന് കഷ്ടമാണ്. ഞാനൊന്ന് പറയട്ടെ അഫ്സലെ, കേൾക്ക്. കേന്ദ്ര മാനവശേഷി വകുപ്പ് മന്ത്രി രമേശ് പൊഖ്രിയാലിന്റെ ലെറ്ററാണ് ഇ.ടി. മുഹമ്മദ് ബഷീറിന്. ലെറ്ററിന്റെ നമ്പർ എഴുതി വെച്ചോ. ഓർഡർ നമ്പർ 10/90/2020. ഇ.ടി. മുഹമ്മദ് ബഷീർ പറയാണ്, നിങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന കാരണം ഞാൻ പറയാം, നിരന്തരമായ അഭ്യർത്ഥന കാരണം നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാൻ സംശയമുള്ളവർ പോയി പരിശോധിക്കണേ. എന്നിട്ട് ഇ.ടി. മുഹമ്മദ് ബഷീർ എന്ത് ചെയ്തെന്നറിയോ? ഈ കേരളത്തിലെ കളക്ടർക്ക്, ഈ മലപ്പുറത്തിന്റെ കളക്ടർക്ക് ഒരു കത്ത് കൊടുത്തു, ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്, സ്ഥലം തരണമെന്ന്. ആ സ്ഥലം അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. സ്ഥലം കണ്ടെത്താൻ വേണ്ടി പറഞ്ഞു. ആ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോട് പറഞ്ഞു. അങ്ങനെ സ്ഥലം കണ്ടെത്തി കൊടുത്തു. നിങ്ങൾ കേൾക്കണേ, ആ സ്ഥലം കണ്ടെത്തി കൊടുത്ത സ്ഥലത്ത് ചതപ്പ് നിലമാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി തഹസീൽദാർക്ക് ഇ.ടി. മുഹമ്മദ് ബഷീർ കത്ത് കൊടുത്തു. തഹസീൽദാരുടെ മറുപടി C4 10/21/84 സർക്കുലർ പ്രകാരം നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കാം, അതിനാവശ്യമായ ബിൽഡിംഗ് കെട്ടാം എന്ന് പറഞ്ഞു. അപ്പൊ കേരള ഗവൺമെന്റ് ഒരു ലെറ്റർ ഇറങ്ങുകയാണ്. എന്താ ലെറ്റർ എന്നറിയോ? ആ സ്ഥലം ക്ലീൻ കേരളക്ക് കൊടുക്കുകയാണ്. ഏത്? കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥലം ക്ലീൻ കേരള കൊടുക്കാൻ പിണറായി വിജയന്റെ ഗവൺമെന്റ് ലെറ്ററാ. ഞാൻ കാണിക്കാ കത്ത്, നിങ്ങൾ പറയണം. എനിക്കതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അഫ്സൽ നേരത്തെ പറഞ്ഞു MSFന്റെ നേതാവല്ലേ ഒരു കേന്ദ്ര വിദ്യാലയം വേണ്ടതെന്ന്. MSFന്റെ നേതാവിന്റെ കേന്ദ്ര വിദ്യാലയം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ SFIയുടെ നേതാവാണ്. നിങ്ങൾക്ക് ക്ലീൻ കേരളക്ക് ചവറ് കൊണ്ടുവരാനുള്ള സ്ഥലം പിണറായി ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര മനസ്സിലാക്കിയാൽ ഇവിടെ പറഞ്ഞ പല അവഗണനകൾക്കും കാരണം കേന്ദ്ര സർക്കാരാണെന്ന് രണ്ടുപേരും ആരോപിക്കും. നോക്കൂ, ഇപ്പോ ബഹുമാനപ്പെട്ട LDFന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ വാചകത്തിനിടയിൽ സാന്ദർഭികമായി പറഞ്ഞു, വികസനം കൊണ്ടുവരുന്നത് BJPയുടെ രാഷ്ട്രീയ പരിപാടിയാണ്. കാരണം പിന്നീട് അത് മറ്റെന്തോ താല്പര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ശരി, അങ്ങ് ഇടപെടാതിരിക്കൂ. അദ്ദേഹം തന്നെ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷം 150 വർഷത്തിന് ശേഷം തിരൂർ റെയിൽവേ സ്റ്റേഷൻ ആദ്യമായിട്ട് വികസനം കൊണ്ടുവരുന്നത് BJP ആണെന്നുള്ളതാണ്. അപ്പോ ഇദ്ദേഹം പറയുന്നു അത് ഇ.ടി. മുഹമ്മദ് ബഷീർ സംസാരിക്കാതിരിക്കും. ഇദ്ദേഹം പറയുന്നു അത് ഇ.ടി. മുഹമ്മദ് ബഷീർ നിരന്തരമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ടാണെന്നാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമല്ല ഈ മാറ്റം സംഭവിക്കുന്നത്, രാജ്യത്തുടനീളമുള്ള 4200 നിങ്ങളുടെ ഔദാര്യം അല്ലാതെ നിങ്ങൾ ശങ്കുദാസിന്റെ പാർട്ടിയുടെ ഔദാര്യമായി പറയല്ലേ? ഞങ്ങളുടെ അവകാശം ചോദിച്ചു നിങ്ങളുടെ ഔദാര്യമായി കണക്കാക്കല്ലേ? പണം വാങ്ങി വികസനം നടത്തി തിരൂരിൽ എന്തുകൊണ്ട് മാറ്റമില്ലെന്നാണ്. നോക്കൂ 4500 റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടായിരുന്ന രാജ്യത്ത് 7200 റെയിൽവേ സ്റ്റേഷനുകളായി. 35% മാത്രം റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ നടന്നിരുന്ന രാജ്യത്ത് ഇന്ന് 90% ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയായി. രാജ്യത്തെ 36 പൊതുമേഖലാ സ്ഥാപനം നിങ്ങൾ വിറ്റു. സെക്കൻഡ് ജനറേഷൻ ട്രെയിനുകൾ വന്നു. ഇത് രാജ്യത്തുടനീളമുള്ള റെയിൽവേ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. പ്രതിനിധിയോട് ചോദ്യം ചെയ്യും, ഇവിടുത്തെ എയർപോർട്ടൊക്കെ അവസ്ഥ എന്താണ്? അദാനിമാർക്കും അംബാനിമാർക്കും കൊടുത്ത ചരിത്രം ഇന്ത്യയിൽ BJP വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അല്ലെ? നിങ്ങൾ ചെയ്ത് എനിക്ക് രാജ്യത്തുള്ള പൊതു സ്ഥാപനം എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഏത് പ്രവാസിയുടെയും വലിയൊരു കാര്യമാണ്. ഇപ്പൊ മലപ്പുറം എയർപോർട്ടിലെ റൺവേ കട്ട് ചെയ്തപ്പോ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനി സാഹിബ് പാർലമെന്റിലും അതുപോലെ തന്നെ സിവിൽ ഏവിയേഷൻ മന്ത്രിയുമായി സംസാരിച്ച് റൺവേ ഡെവലപ്പുമായി ബന്ധപ്പെട്ട് 800 കോടി രൂപ അത് റൺവേക്ക് സ്ഥലം ഏറ്റെടുക്കാനും അത് മണ്ണ് നികത്താനും വേണ്ടി വകയിരുത്തി. ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇവിടുത്തെ പാസ്പോർട്ട് ഓഫീസുകൾ നിർത്തൽ ചെയ്തു. അതുപോലെ റെയിൽവേ സ്റ്റേഷന്റെ ഡെവലപ്പിംഗ് നിർത്തൽ ചെയ്തു. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ ഘട്ടങ്ങളായ വികസനം അതാത് സർക്കാരിന്റെ കാലത്ത് ഇവിടുത്തെ MP-മാര് വേണ്ട ഇടപെടലുകൾ നടത്തുകയും അതാത് കാലഘട്ടത്തിനനുസരിച്ച് പ്ലാറ്റ്ഫോമിന്റെ ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. നിങ്ങളുടെ നിലപാട് ഇവിടെ LDF-ഉമായിട്ട് കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ വർഷത്തിന്റെ അഫ്സലിന്റെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരിടുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ മതേതരത്വ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അതിനെതിരെ ഇവിടെ BJP അധികാരത്തിൽ ഗവൺമെന്റ് ഇലക്ഷൻ നേരിടുന്ന സാഹചര്യത്തില് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സാഹചര്യം തൊട്ട് ദിവസം മുമ്പ് ഇവിടെ CA നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ വേണ്ടി ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാം, തെരഞ്ഞെടുപ്പിന്റെ വോട്ടിലാക്കിക്കൊണ്ട് വിഭജിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ മറുപടി അങ്ങയുടെ അദ്ദേഹത്തിന്റെ ചോദ്യം ഒരു ദിശയിൽ നിന്ന് ആരംഭിച്ച് മറ്റൊരു ദിശയിലാണ് അവസാനിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യം
രാജ്യത്തെ എയർപോർട്ടുകളെ സംബന്ധിച്ചായിരുന്നു. അങ്ങോട്ട് പറയട്ടെ, 2014 നരേന്ദ്രമോദി അധികാരത്തിലേറുന്ന സമയത്ത് രാജ്യത്ത് എത്ര എയർപോർട്ടുകളാണ് ഉണ്ടായിരുന്നത്? 74 എയർപോർട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഈ രാജ്യത്ത് എത്ര എയർപോർട്ട് ഉണ്ടെന്ന് അറിയോ? 149 എയർപോർട്ടുകളാണ്. ഡബിൾ ദ നമ്പർ. 149 ഫങ്ഷണൽ ആണോ? ഫങ്ഷണൽ എയർപോർട്ടുകൾ. അതായത് എയർപോർട്ടുകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കാം, ഞാൻ വെറുതെ പറയല്ല. ശരി, ഞാൻ ഉത്തരം പറയട്ടെ. ഇനി ഇവിടുത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ കാര്യം. കരിപ്പൂർ എയർപോർട്ട് ഇപ്പോഴും ഫങ്ഷണൽ ആയിട്ടുള്ള എയർപോർട്ടാണ്. അതെ. കരിപ്പൂർ എയർപോർട്ടിന്റെ ചിറകരിഞ്ഞത് BJP ആണ്. ആർക്കാ സംശയമുള്ളതില്? ഇപ്പോഴും വലിയ ഫ്ലൈറ്റുകൾ ഇറങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിയമപരമായി ശരി, ഇനി പാസ്പോർട്ട് സേവാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പറയാം. 2019 കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ഉണ്ടാവും എന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉണ്ടെന്നത് 2019 പ്രഖ്യാപിക്കപ്പെട്ടതാണ്. മാനദണ്ഡമായി പറഞ്ഞത് എന്താണ്? പോസ്റ്റ് ഓഫീസുകളോടനുബന്ധിച്ചിട്ടായിരിക്കും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പോസ്റ്റ് ഓഫീസുകൾക്ക് സ്വന്തമായി കെട്ടിടം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. പൊന്നാനി മണ്ഡലത്തിൽ 2 സ്ഥലങ്ങൾ ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനും ബഹുമാനപ്പെട്ട വിദേശകാര്യ സഹമന്ത്രിയെ കണ്ടിട്ടുള്ളതാണ്. അതായത് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തവനൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഒരുമിച്ച് ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ ഇതുവരെയായിട്ടും പോസ്റ്റ് ഓഫീസിന് സ്വന്തമായിട്ട് കെട്ടിടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലാണ്. അങ്ങയുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. അത് തവനൂർ മണ്ഡലമല്ലേ? ഓക്കെ, ശരി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നുള്ള സാങ്കേതികമായിട്ടുള്ള പ്രയാസം കൊണ്ടാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രം അനുവദിക്കില്ല എന്നൊരു നിലപാട്. ശരി, എന്തായാലും തിരൂരിനോടോ പൊന്നാനി മണ്ഡലത്തോടോ പ്രത്യേകമായ ഒരു വിവേചനം ഇല്ല എന്നാണ് ശങ്കുട്ടിദാസ് പറയുന്നത്. ഞാൻ പ്രേക്ഷകരുടെ ചോദ്യത്തിലേക്ക് വീണ്ടും വരാം. ബിഗ് ഫൈറ്റിന്റെ കുറ്റിപ്പുറം എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളോട് പ്രേക്ഷകർക്ക് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിൽ ഞാൻ വീണ്ടും പ്രേക്ഷകരിലേക്ക് പോവുകയാണ്. ആരോടാണ് ചോദ്യം? നവാസിനോടാണ് ചോദ്യം. ഈ CAA വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF-ഉം CPM-ഉം കൃത്യമായ നിലപാടുകൾ പറയുന്നുണ്ട്. പക്ഷേ ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് ഇതിനെതിരൊരു നിലപാടും ഇതുവരെ പറഞ്ഞില്ല. MM ഹസൻ ഇതുമായി പറഞ്ഞത് എന്താണ്? ഈ നിലപാട് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ ഇലക്ഷന്റെ ഭാഗത്ത് പറയില്ല. CAA-യുമായി ബന്ധപ്പെട്ട് എന്താണ് മലപ്പുറത്തെ ലീഗിന്റെ നിലപാട്? ശരി, ഞാൻ പറയാം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CAA എന്ന വാക്കില്ല എന്ന വിമർശനം കൂടി. അദ്ദേഹത്തിന്റെ ചോദ്യം CAA-യുമായി ബന്ധപ്പെട്ട് എന്താണ് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്നാണ്. ഞാൻ പറയാം. ഇനി CAA എന്ന വാചകം ഞാൻ പറയട്ടെ. CAA എന്ന വാചകം കമ്മ്യൂണിസ്റ്റുകാരനും ലീഗുകാരനും ഒക്കെ ആദ്യമായി കേൾക്കുന്ന ഒരു ഘട്ടമുണ്ട്. 2019 ഇന്ത്യയുടെ പാർലമെന്റിലാണ്. അത് അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് 8 നിരാകരണ പ്രമേയങ്ങളാണ് ആ CAA-ക്കെതിരെ ഉണ്ടായത്. ആ നിരാകരണ പ്രമേയം 8 എണ്ണത്തിൽ 2 എണ്ണം അവതരിപ്പിച്ചത് ഒന്ന് ET മുഹമ്മദ് ബഷീറും മറ്റൊന്ന് ഞങ്ങളുടെ MP-മാണ്. 2 MP-മാരാണ് നിരാകരണ പ്രമേയം അവതരിപ്പിച്ചത്. ഇനി ഞാനെന്ന് പറയാന്ന് കാരണം മുഴുവൻ കേൾക്ക്. നിലപാടിന് കൊതറല്ലേ, അതാണ് ഈ പറയുന്നത്. കൊതറി കളിക്കല്ലേ പറഞ്ഞ നിലപാട്. അപ്പൊ ഇനി അന്ന് 2019 ഞാനൊന്ന് പറയട്ടെ. ഇരിക്ക്. അപ്പൊ ഞാൻ പറയാം. 2019 ഞാൻ പറയട്ടെ. 2019 ഈ ചർച്ച ഇന്ത്യയിൽ ഉയർന്നു വരുന്ന സമയത്ത് അത് നോക്കണ്ട, അഫ്സലിന്റെ അനുയായി അല്ല, അപ്പൊ അത് ഉണ്ടാവും, നോക്കണ്ട. 2019 ആദ്യമായി ഈ ചർച്ച ഉയർന്നു വരുന്ന സമയം മുതൽ അന്ന് മുതൽ ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഈ ചർച്ച ഉയർന്നു വരുമ്പോ ആദ്യ 8 നിരാകരണ പ്രമേയങ്ങളിൽ ഒരൊറ്റൊന്ന് പോലും അവതരിപ്പിക്കാത്തവന്റെ പേരാ കമ്മ്യൂണിസ്റ്റുകാരെന്നത് നിങ്ങൾ എഴുതി വെക്കണം. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇപ്പൊ അവസാനം അജിംസ് ചോദിച്ച ചോദ്യം, ഇപ്പൊ നിങ്ങൾക്ക് അതിൽ നിലപാടില്ലേ എന്നാണ്. ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധി, നിങ്ങൾ ലൈവ് ഇട്ടോ, രാഹുൽ ഗാന്ധി കോഴിക്കോട് സംസാരിക്കുമ്പോൾ പറയുന്നത് CAA-ക്കെതിരാണ്. കേൾക്കാം. അനിരഞ്ജൻ ചൗധരി കേരളത്തിലേക്ക് വന്നില്ലല്ലോ. അദ്ദേഹം ഡൽഹിയിലല്ലേ ഉള്ളത്. അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് സംശയമുണ്ടോ CAA-ക്കെതിരാണ് ഞങ്ങൾ? അപ്പൊ CPM-കാരന്റെ ചോദ്യമാണ്, ഇവരുടെ മാനിഫെസ്റ്റോയിൽ അത് ഇല്ലല്ലോ, ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ അത് ഉണ്ടല്ലോ എന്നാണ്. ഭയങ്കര സംഭവമാണ്. ഞാനെന്ന് പറയട്ടെ, ഇരിക്ക്. CPM-ന്റെ മാനിഫെസ്റ്റോയിൽ അതുണ്ടല്ലോ, ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ അതുണ്ടല്ലോ, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ അതില്ല എന്നാണ്. നിങ്ങൾ തർക്കിക്കൽ ഞാൻ പറയട്ടെ. പരസ്പരം സംസാരിക്കില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് CPM-കാരന്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം അല്ല, ആരോഗ്യകരമായ ചർച്ചയാണ് നമുക്ക് വേണ്ടത്. നിക്ക് ബഹളം വെക്കല്ലേ പ്ലീസ്.
പ്ലീസ് അല്ല ഉത്തരം മുട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും. നവാസ് നമ്മളൊന്ന് തുടരും, ഭയങ്കര നവാസ് തുടരും. ആഗ്രഹമായ ചർച്ചയാണ്. അപ്പോ CA നിങ്ങൾ എന്താണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ CA പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ CA പറഞ്ഞില്ലല്ലോ എന്നാണ് ഞങ്ങൾ കൃത്യമായ ഉത്തരം ഉണ്ടാ ജിംസ്. ആ സഖാവിനോട് ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ വെണ്ടക്കാക്ഷരത്തിൽ CA എഴുതി വെച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? 3 സീറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയാനാണ്? അപ്പൊ ഇനി കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ എന്തുകൊണ്ട് CA വന്നില്ല എന്നാണ്. ഞാൻ 2 കാര്യങ്ങൾ വായിക്കാം. ഒന്ന്, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായി ഇവിടെ മൈനോറിറ്റിയെ കുറിച്ച് പറയുന്നു. ഞാനത് പറയട്ടെ. അവിടെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ കുറിച്ചും അതുപോലെ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ കുറിച്ച് പറയുന്നു. അവിടെ കൃത്യമായി പറയുന്നു മൈനോറിറ്റി അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ ഭരണഘടനയെ കുറിച്ച് പറയുന്നു. ഈ BJP 10 വർഷം കൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി നിർമ്മിച്ചതെല്ലാം ഞങ്ങൾ തിരിച്ചു പറയുമെന്ന് പറയുന്നു. അപ്പൊ ചോദ്യമാണ് വെണ്ടക്കാക്ഷരത്തിൽ CA എന്താ എഴുതാത്തത്? അതിന് ഉത്തരവുണ്ട്. വളരെ കൃത്യമായി പറഞ്ഞു. രാജ്യത്തിന്റെ കോടതിക്കകത്ത് വ്യവഹാരങ്ങൾ നടക്കുന്ന ഒരു വിഷയമാണ് സിറ്റിസൺ അമെൻഡ്മെന്റ് ആക്ട്. CA നടക്കാൻ ആ അല്ലല്ല, ഭരണഘടന വായിച്ചിട്ട് വേണമോ? ഭരണഘടന വായിച്ചിട്ട് വേണമോ പൊന്നാനിയിലെ വോട്ടർമാർ CA അപ്പോ CA-യുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ നീതിപീഠത്തിൽ ചർച്ച നടക്കാൻ ഞങ്ങൾ CA-യുടെ നിലപാട് ചോദിക്കാൻ കഴിഞ്ഞ ഇത് നോമ്പ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞ നോമ്പിന് 19ാമത്തെ നോമ്പ് റമദാൻ 19-ന് ഈ രാജ്യത്തിന് നീതിപീഠ ഒരു കേസ് എടുത്തു. ഏതാ കേസ് എന്നറിയോ? CA-ക്കെതിരെയുള്ള കേസാ. ആ കേസിൽ പരാതിക്കാരൻ ആരാ? രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയതാ ഞങ്ങളുടെ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ 3 ആളുകൾ ചെന്ന് രാജ്യത്തിന് നീതിപീഠത്തിൽ കാത്തിരിക്കാം. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. ഇനി CA-യെ കുറിച്ച് വേവലാതി പറഞ്ഞ സഖാവിനോട് അടുത്ത ചർച്ച കാത്തിരിക്കരുത്. മൈക്ക് കിട്ടും അവസരം പറയണം. CA-ക്കെതിരെ കേസ് പിൻവലിക്കാത്ത BJP ഇതര മുഖ്യമന്ത്രിമാരുടെ ഒരേ ഒരാൾ പിണറായി വിജയനാണ്. അടുത്ത ചർച്ചയ്ക്ക് കാത്തിരിക്കരുത്. ഈ ചർച്ച പറയണം. അടുത്ത ചർച്ചയ്ക്ക് കാത്തിരിക്കരുത്. ഈ അടുത്ത ചർച്ചയുടെ കാര്യം ഞാൻ ആദ്യം പറയാം. ഈ ചർച്ചയ്ക്ക് മറുപടി ഏറ്റവും അവസാനം പറഞ്ഞ് റിപ്പോർട്ട് ചാനലിന്റെ ചർച്ച അവസാനിപ്പിച്ച് പോകുമ്പോഴാണ് മറുപടി പറഞ്ഞത്. അതിനാണ് ഞാൻ ഇന്ന് മറുപടി കൊടുത്തത്. ഞാൻ പറഞ്ഞപ്പോഴേ ഇവിടെ CA-യുടെ കാര്യം പറഞ്ഞപ്പോ 5 കൊല്ലം മുമ്പ് CAB ആയി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ഈ രാജ്യത്ത് എല്ലാവരും പ്രതിഷേധിക്കാണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരും CPM-കാരും ലീഗുകാരും ഒക്കെ കൈകോർത്ത് പിടിച്ച് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടാണ്ടായിരുന്നു. എന്തുകൊണ്ട് 5 വർഷം ഇപ്പുറം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് BJP CAA-യുടെ ചട്ടവും നിയമവും കൊണ്ടുവന്നപ്പോ കോൺഗ്രസിന് നിലപാടില്ല? 5 കൊല്ലം മുമ്പ് പറഞ്ഞ നിലപാടല്ല. എന്തുകൊണ്ട് ഇപ്പോൾ നിലപാടില്ല? അതൊരു നിയമപ്രശ്നമാണ്. അതൊരു നിയമപ്രശ്നമാണ്. മറ്റൊന്നും നിങ്ങൾ കേസെടുത്തില്ല. ഈ PK നവാസ് ഈ നാട്ടിലെ ജനങ്ങളോട് വോട്ട് വയ്ക്കാൻ വേണ്ടി പോകുമ്പോ ഇതൊരു നിയമപ്രശ്നം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞങ്ങളുടെ കാര്യം എളുപ്പമായി. ഇത് നന്നായി പ്രചരിപ്പിക്കുക ലീഗുകാര്. ഈ പറഞ്ഞ കാര്യം പ്രചരിപ്പിക്കുക. CAA ഒരു നിയമപ്രശ്നമാണ്, അതിൽ ഞങ്ങൾക്ക് നിലപാടില്ല. മുസ്ലിം ലീഗ് അല്ലേ? പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. CPIM-ന് നിങ്ങൾക്ക് CPM-ന് കൃത്യമായ നിലപാടുണ്ട്. 357 കേസായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. കാലത്തോളം CPM-ന്റെ നിലപാടാണ് നടപ്പിലാക്കില്ല. രണ്ട് മുന്നണികളുടെയും അജണ്ട സെറ്റ് ചെയ്യുന്ന പൗരത്വ വിഷയത്തിലാണ്. അതിലെ പ്രധാനപ്പെട്ട കുറ്റാരോപിതർ നിങ്ങളാണ്. അതിലാരാണ് ചാമ്പ്യൻ എന്നുള്ളതാണ് തർക്കം. നിങ്ങളുടെ പ്രസക്തി എന്താണ്? പൗരത്വ നിയമത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഈ 2 പേരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗരത്വ നിയമം ആരുടെയെങ്കിലും പൗരത്വത്തെ എടുത്തു കളയുന്ന ഒരു നിയമമല്ല. പൗരത്വം നിഷേധിക്കപ്പെട്ട ചില ആളുകൾക്ക് കൂടി പൗരത്വം കൊടുക്കുന്ന ഡിഫൈൻ ചെയ്യുന്നതിന്റെ അടിസ്ഥാനം മതമായി മാറും. തീർച്ചയായിട്ടും അല്ല. അതായത് പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് അങ്ങ് ചെയ്യുന്ന ശരിയല്ല. ഞാൻ സംസാരിക്കുന്ന സമയത്ത് പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് ഓഫ് എ തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വിടുന്നത്. അതായത് മതരാഷ്ട്രങ്ങളിലെ പീഡിത ന്യൂനപക്ഷത്തിനു കൂടി പൗരത്വം കിട്ടാനുള്ള മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് എളുപ്പത്തിൽ പൗരത്വം കിട്ടാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുകയാണ്. നിയമം കൊണ്ട് ഒരാളുടെ പോലും പൗരത്വം നഷ്ടപ്പെടില്ല. ശ്രീലങ്ക ഒരു മതരാഷ്ട്രമല്ല. അതുകൊണ്ടാണ് CA നിയമം നിങ്ങൾ പറയുമ്പോൾ എല്ലാം രാജ്യത്തെ പൗരന്മാർക്കാണ് പറയുന്നത്. പുറത്തുനിന്ന് വരുന്നവരെ മുസ്ലിങ്ങളല്ലാത്ത എല്ലാവർക്കും നിങ്ങൾ ആ നിയമം അനുകൂലമാക്കി കൊടുക്കുമ്പോൾ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട്. ഈ നിയമത്തിൽ അതുണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യം LDF-ന്റെ മെമ്പറോട് മീഡിയ നിങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോ മിനിയാന്ന് ഗോവിന്ദമാഷ് സംസ്ഥാന സെക്രട്ടറി SFI-യും DYFI-യും ഞങ്ങളുടെ സംഘടന അല്ലാന്ന്. അപ്പൊ നിങ്ങൾ ഇവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് LDF-ന്റെ പ്രതിനിധി
അത് അഫ്സൽ മറുപടി പറയും. ശ്രീലങ്കയിലെ സിംഹളർക്ക് ഈ നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. മ്യാൻമാറിലെ ബുദ്ധന്മാർക്ക് ഈ നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. അതായത് മതരാഷ്ട്രങ്ങളിലെ പീഡിത ന്യൂനപക്ഷത്തിന് ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുക മാത്രമാണ്. ഒരാളെ പോലും പുറത്താക്കുന്ന നിയമമല്ല, പുറത്തു നിൽക്കുന്ന കുറച്ചു പേരെ കൂടി അകത്താക്കുന്ന നിയമമാണ്. അതിനെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം, ഇത് 2002 ഞാൻ പറയട്ടെ, 2004 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ടല്ലോ, ബംഗ്ലാദേശിലുള്ള പീഡിത ന്യൂനപക്ഷത്തിന് പൗരത്വം കൊടുക്കാനുള്ള പ്രൊവിഷൻസ് സ്വീകരിക്കണമെന്ന്. അന്ന് CPIM വേണ്ടിയിട്ട് സീതാറാം യെച്ചൂരി അല്ല, അന്ന് പ്രകാശ് കാരാട്ടാണ് ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ഇത് തുടർച്ചയായിട്ട് നമുക്ക് ഈ സമയം തീരാറായി, അതുകൊണ്ടാണ് ഈ CAയുടെ കാര്യത്തിൽ ഇതുവരെ ലീഗിനും കോൺഗ്രസിനും മറുപടിയില്ല. മല്ലികാർജുൻ ഖാർഗെ ഒരു മാസം മുമ്പ് ഞാൻ രാത്രി നിലപാട് പറയാൻ വേണ്ടി പോയതാ, ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ഇതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ഒന്ന് പോയി വിളിച്ചോളാം. ആദ്യമായി ബിഗ് ഫൈറ്റിന്റെ ഒരു വലിയ നന്ദി കുറ്റിപ്പുറത്തെ പ്രേക്ഷകരോട്. കാരണം ഏറ്റവും അച്ചടക്കത്തോടെയും ജനാധിപത്യപരമായും നടന്ന സംവാദമാണ് ഇവിടെ നടന്നത് എന്നുള്ളതിന്റെ പ്രത്യേകമായ നന്ദി നിങ്ങളെ അറിയിക്കുന്നു. നമുക്ക് സമയം അവസാനിക്കുകയാണ്. ബിഗ് ഫൈറ്റിന്റെ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുന്നു. നന്ദി, നമസ്കാരം.